അധ്യായം 5. ഉപരിപ്ലവമായ വിശ്വാസമോ വിലയേറിയ വിശ്വാസമോ? നശിച്ചു പോകുന്ന ഭൗമിക നന്മയ്ക്ക് വേണ്ടി മാത്രം യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. അവർക്ക് ഭൗതിക നന്മ ലഭിക്കുമെങ്കിലും നിത്യജീവനിൽ കടക്കുവാനുള്ള വിശ്വാസമില്ല. അത്ഭുതങ്ങൾ, രോഗസൗഖ്യം, ഭൗതിക നന്മകൾ എന്നിത്യാദി കാര്യങ്ങൾ നിമിത്തം യേശുവിൽ വിശ്വാസമർപ്പിച്ചവർ ആരും തന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. മേൽപ്പറഞ്ഞ രീതിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ ഉപരിപ്ലവമായ വിശ്വാസമെന്ന് വിളിക്കുന്നു. ഇതിനെ വിലയേറിയ വിശ്വാസമെന്ന് വിളിക്കുക സാധ്യമല്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയുടെ 8 പ്രമാണങ്ങളിൽ രണ്ടാമത്തെ പ്രമാണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. വിശ്വാസ സമൂഹത്തിൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു പ്രമാണമാണിത്. സമൃദ്ധിയുടെ സുവിശേഷം പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദുഃഖത്തിന് അഥവാ കഷ്ടതയ്ക്ക് സ്ഥാനമില്ല എന്ന് പ്രസംഗിക്കപ്പെടുകയും ജനത്തെ വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. കഷ്ടതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനോടുകൂടെ കഷ്ടം അനുഭവിപ്പാനും നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. നാം കഷ്ടം അനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. 2 തീമോഥെയോസ് 3-ാം അധ്യായം 12-ാം വാക്യം. വിശുദ്ധ പൗലോസ് വീണ്ടും പറയുന്നു, നോ പെയിൻ നോ ഗെയിൻ, നോ ക്രോസ് നോ ക്രൗൺ എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഈ രണ്ടാമത്തെ പ്രമാണം. ദുഃഖം 2 വിധത്തിലുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. 1 ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, 2 ലോകപ്രകാരമുള്ള ദുഃഖം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യം. ലോകപ്രകാരമുള്ള ദുഃഖത്തിന് കാരണം മോഹമാണ്. വിശുദ്ധ യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. അതാരംഭിച്ചത് ഏദൻ പറുദീസയിലാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി സാത്താന്യമാണ്. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജീവനത്തിൻ്റെ പ്രതാപം തരുന്നതുമായ സംഗതികളിൽ നിന്ന് പിശാച് അയക്കുന്ന ചിന്താ തരംഗമാണ് മനുഷ്യനിൽ മോഹത്തെ ജനിപ്പിക്കുന്നത്. തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന മരണവൃക്ഷത്തിൽ നിന്ന് പിശാചിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മോഹത്തിൻ്റെ തരംഗം ഹവ്വയിൽ ക്രിയ ചെയ്യുകയും അതുനിമിത്തം ആദാം പാപം ചെയ്യാൻ കാരണമായി ഭവിച്ച വസ്തുത നമുക്കറിയാമല്ലോ. പറുദീസ നഷ്ടപ്പെട്ടതിനാൽ അവർ പുറത്താക്കപ്പെട്ടു. തന്നിമിത്തം ദൈവം അവരെ ശപിച്ചു. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നരുളി ചെയ്തു. അതുകൊണ്ട് താഴെ പറയുന്ന 8 കാര്യങ്ങൾ മനുഷ്യജാതി അനുഭവിക്കേണ്ടി വന്നു. 1. ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അന്നുമുതൽ മനുഷ്യൻ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കരയുവാൻ തുടങ്ങി. 2. കഷ്ടം. 3. വേദന. 4. ദുഃഖം. 5. വിയർപ്പ്. 6. അധ്വാന ഫലമായി മുള്ളും പറക്കാരയും ലഭ്യമായി. 7. മരണം. 8. പൊടിയായിരുന്ന മനുഷ്യൻ പൊടിയിലേക്ക് തിരികെ ചേരും. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പറുദീസ നഷ്ടമായതു മുതൽ ഇന്നുവരെയും മനുഷ്യജാതി അനുഭവിച്ചു വരുന്നു.
ഇതിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നിമിത്തം ശാസ്ത്രം ഉടലെടുത്തു. മരണത്തെ ജയിക്കുവാൻ അവൻ ആരംഭിച്ച ശ്രമങ്ങളെല്ലാം വെന്റിലേറ്ററിനപ്പുറം ചെല്ലുവാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീർന്നിരിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ അതിർവരമ്പുകളെ മറികടക്കുവാൻ നാളിതുവരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. മോഹം 3 തരത്തിലുണ്ട്: കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. മനുഷ്യഹൃദയത്തിൽ ചിന്താതരംഗങ്ങളായി വരുന്ന ദുഷ്ടചിന്ത, തോട്ട്സ് വേവ്സ്, ഹൃദയത്തിൽ സങ്കല്പമായി അഥവാ ഇമാജിനേഷനായി മാറുന്നു. സങ്കല്പങ്ങൾ ഹൃദയത്തിൽ വികാരങ്ങളെ അഥവാ ഇമോഷൻസിനെ ഉളവാക്കുന്നു. വികാരങ്ങൾ പിന്നീട് അനുഭൂതി അഥവാ ഫീലിങ്സ് ആയി മാറുന്നു. അനുഭൂതി മോഹപൂർത്തീകരണത്തിനുള്ള നിശ്ചയത്തിലേക്ക് അഥവാ ഡിസിഷനിലേക്ക് നയിക്കുന്നു. നിശ്ചയം പ്രവൃത്തിയിലേക്ക് അഥവാ ആക്ഷനിലേക്ക് നയിക്കുന്നു. പ്രവൃത്തി പല പ്രാവശ്യം തുടരുമ്പോൾ അതൊരു ശീലമായി അഥവാ ഹാബിറ്റായി മാറുന്നു. ശീലം പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അത് സ്വഭാവമായി, ക്യാരക്ടറായി മാറുന്നു. ഇങ്ങനെ ചിന്താതരംഗത്തിൽ ആരംഭിച്ച് സ്വഭാവമായി മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പിശാച് മനുഷ്യഹൃദയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. തന്നിമിത്തം നിരാശയുളവാകുന്നു. നിരാശ ആകുലതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. ആകുലതയുടെ സമ്മർദ്ദം നിമിത്തം മനുഷ്യൻ ഡിപ്രഷൻ, സപ്രഷൻ, ഓപ്രഷൻ തുടങ്ങിയ അവസ്ഥയിലേക്ക് മാറുകയും ഒടുവിൽ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. മേൽപ്പറഞ്ഞ ദുഃഖത്തിൻ്റെ പരിഹാരം ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തെ തിരഞ്ഞെടുക്കുകയെന്നുള്ളതാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള 2ാമത്തെ പ്രമാണത്തിൻ്റെ അന്തസത്തയും. വിശ്വാസികൾ 10 വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 1. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ ഉളവാകുന്ന ദുഃഖം. 1 പത്രോസ് 1-ാം അധ്യായം 6-ാം വാക്യം. 2. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തമുള്ള കഷ്ടത. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 16-ാം വാക്യം, 5-ാം അധ്യായം 41-ാം വാക്യം. 3. ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയാകുവാൻ. 1 പത്രോസ് 4-ാം അധ്യായം 13-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 27-ാം വാക്യം. 4. ദൈവരാജ്യത്തിനു വേണ്ടി. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യം, 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 5-ാം വാക്യം. 5. സുവിശേഷത്തിനു വേണ്ടി. 2 തീമോഥെയോസ് 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. 6. മനസാക്ഷി നിമിത്തം. 1 പത്രോസ് 2-ാം അധ്യായം 19-ാം വാക്യം. 7. നന്മ ചെയ്യുന്നതിനാൽ. 1 പത്രോസ് 2-ാം അധ്യായം 20-ാം വാക്യം, 3-ാം അധ്യായം 17-ാം വാക്യം. 8. നീതി നിമിത്തം. 1 പത്രോസ് 3-ാം അധ്യായം 14-ാം വാക്യം. 9. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. 1 പത്രോസ് 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ. 10. ദൈവഹിതപ്രകാരമുള്ള കഷ്ടം. 1 പത്രോസ് 4-ാം അധ്യായം 19-ാം വാക്യം. വിശ്വാസത്തിൻ്റെ പരിശോധന നിമിത്തമുണ്ടാകുന്ന ദുഃഖം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, കഷ്ടം അനുഭവിക്കാനും വരം നൽകിയിരിക്കുന്നുവെന്ന് മുൻ സൂചിപ്പിച്ചുവല്ലോ. വിശ്വാസത്തിൻ്റെ അളവ് പല രീതിയിലാണ്. ഏറ്റവും ഉന്നതമായ വിശ്വാസത്തെ വിലയേറിയ വിശ്വാസമെന്ന് പത്രോസ് വിളിക്കുന്നു. ഈ പരമോന്നതമായ വിശ്വാസം പ്രാപിക്കുവോളം വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കൂടി ഒരു വിശ്വാസി കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയേണ്ടതിനും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടതിനുമാണ് വിശ്വാസത്തിൻ്റെ പരിശോധന ആവശ്യമായി വരുന്നത്.
നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമില്ലാതെയാകുന്നു. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ ദൈവം നമ്മിൽ വിശ്വസിക്കേണ്ടതാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് തന്നിൽ വിശ്വസിച്ചവരെ യേശു തന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു 2 കൺവെൻഷനുകൾ നടത്തിയതായി കാണുന്നു. ഒന്ന് ഗലീല കടലിൻ്റെ അക്കരെയുള്ള കൺവെൻഷൻ. അതിനെ ഗലീല കടലിൻ്റെ അക്കരെ കൺവെൻഷൻ എന്ന് വിളിക്കാം. അവിടെ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് പുരുഷാരത്തോട് സംസാരിക്കുന്നത് നാം കാണുന്നു. 5 അപ്പവും 2 മീനും ബാലകനോട് കടം വാങ്ങി 5000-ഓളം പുരുഷന്മാർ ഉൾപ്പെട്ട വലിയൊരു കൂട്ടത്തെ പോഷിപ്പിക്കുന്നു. ശേഷിച്ച കഷണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ തന്നെ രാജാവാക്കുവാൻ ഭാവിച്ചു. യേശുവോ അവരെ വിട്ട് മാറിപ്പോയി. മേൽപ്പറഞ്ഞ കൺവെൻഷന് അവസാനം വരുത്തി യേശു ശിഷ്യന്മാരെ അക്കരയ്ക്ക് യാത്രയാക്കുന്നു. പിറ്റന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറൊന്നും കണ്ടില്ല. ഇക്കരെ എത്തിയ യേശുവും ശിഷ്യന്മാരും തന്നെയായപ്പോൾ പുരുഷാരം വിവരമറിഞ്ഞ് യേശുവിനെ തിരഞ്ഞ് അവിടെ എത്തി. അവർ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരാകുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഇക്കരെ കൺവെൻഷൻ ആരംഭിച്ചു. നശിച്ചു പോകുന്ന ആഹാരത്തിനായി വന്നുകൂടിയ ജനങ്ങളോട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെ ആസ്പദമാക്കി യേശു പ്രസംഗം ആരംഭിച്ചു. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. യേശു തുടർന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങൾ. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ശേഷിച്ച 12 ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ 12 പേരിൽ ഒരുത്തൻ ഒരു പിശാച് ആകുന്നു എന്നുത്തരം പറഞ്ഞു. യേശു വലിയ പുരുഷാരത്തെ അഭിമുഖീകരിച്ചുവെങ്കിലും 11 പേരിൽ മാത്രം വിശ്വാസമർപ്പിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരെ യേശു വിശ്വസിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ ആവശ്യം ഇവിടെയാണ്. നശിച്ചു പോകുന്ന ഭൗമിക നന്മയ്ക്കു വേണ്ടി മാത്രം യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. അവർക്ക് ഭൗതിക നന്മ ലഭിക്കുമെങ്കിലും നിത്യജീവനിൽ കടക്കുവാനുള്ള വിശ്വാസമില്ല. അത്ഭുതങ്ങൾ, രോഗസൗഖ്യം, ഭൗതിക നന്മകൾ എന്നിത്യാദി കാര്യങ്ങൾ നിമിത്തം യേശുവിൽ വിശ്വാസമർപ്പിച്ചവർ ആരും തന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. മേൽപ്പറഞ്ഞ രീതിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ ഉപരിപ്ലവമായ വിശ്വാസമെന്ന് വിളിക്കുന്നു. അതായത് സൂപ്പർഫിഷ്യൽ വിശ്വാസം. ഇതിനെ വിലയേറിയ വിശ്വാസമെന്ന് വിളിക്കുക സാധ്യമല്ല. സ്നേഹിത,
നിനക്ക് ഉപരിപ്ലവമായ വിശ്വാസമാണോ ലഭിച്ചിരിക്കുന്നത്, അതോ യേശുവിലുള്ള വിലയേറിയ വിശ്വാസമോ? ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആന്തത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.